ഫസ്റ്റ് ആ ഒരു ക്വസ്റ്റനിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഫിഗർ തന്നിട്ടുണ്ട്. റേഡിയസ് 2.5 സെൻറ്റിമീറ്റർ ആണെന്ന്. സോ 2.5 സെൻറ്റിമീറ്റർ റേഡിയസിലുള്ള ഒരു സർക്കിള് വരക്കുക. ഓക്കെ, എന്നിട്ട് എവിടെയെങ്കിലും ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക, സെൻറ്റർ മാർക്ക് ചെയ്യുക ഓ. എന്നിട്ട് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആ ഫിഗറിൽ തന്ന പോലെ എന്ന് പറഞ്ഞ പോയിൻ്റ് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ വെറുതെ ഇവിടെ നിന്ന് ഇങ്ങനെ 5 സെൻറ്റിമീറ്റർ വരച്ചിട്ട് കാര്യമില്ല. ബിക്കോസ് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ലൈന് ജോയിൻ ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റേഡിയസും ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് എ എന്ന് പറഞ്ഞ പോയിന്റിൽ വെച്ച് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. സോ ഇവിടെ എക്സാക്ട്ലി 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. സോ ഇതാണ് 90 ഡിഗ്രി. അതൊന്ന് ജസ്റ്റ് ഒരു പുറത്തേക്ക് വരുന്ന രീതിയിൽ ആ പോയിന്റ് കഴിഞ്ഞിട്ട് ഒന്ന് നീട്ടി വരക്കുക. ആ പോയിന്റിന് എന്തെങ്കിലും ബിയോ എന്തെങ്കിലും ഒരു നെയിം കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് സ്കെയിൽ യൂസ് ചെയ്തുകൊണ്ട് ഒരു 5 സെൻറ്റിമീറ്റർ വരക്കുക, അല്ലെങ്കിൽ കോമ്പസ് യൂസ് ചെയ്തിട്ട് 5 സെൻറ്റിമീറ്റർ എക്സാക്ട്ലി മെഷർമെൻറ്റ് എടുത്തിട്ട് വരക്കുക. സോ ഞാൻ സെൻറ്ററിൽ വെച്ചു. എനിക്ക് ഇവിടെയാണ് 5 സെൻറ്റിമീറ്റർ കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇത് 5 സെൻറ്റിമീറ്റർ, ഇത് 2.5 സെൻറ്റിമീറ്റർ. എല്ലാ മെഷർമെൻറ്റ്സും നമ്മൾ മാർക്ക് ചെയ്യണം. ഇതാണ് ആ ഫസ്റ്റ് പിക്ചറിൽ പറഞ്ഞിട്ടുള്ള ഫിഗർ വരിക. ഈ ഒരു ഫിഗർ സെക്കൻഡ് പിക്ചർ സെയിം പേജ് നമ്പറിൽ ആ ഒരു സെക്കൻഡ് പിക്ചർ ഇതുപോലെയാണ് വരക്കാൻ പറഞ്ഞത്. നമുക്ക് റേഡിയസ് ഇതിൽ തന്നിട്ടില്ല. ഇതാണ് റേഡിയസ് വരിക അല്ലേ, പക്ഷെ റേഡിയസ് തന്നിട്ടില്ല. നമുക്കൊരു ടാൻജൻറ്റിൻ്റെ ലെങ്ത് 2 സെൻറ്റിമീറ്റർ തന്നു. പിന്നെ റേഡിയസ് ടു ആ എക്സ്റ്റേണൽ പോയിന്റ്, ടാൻജൻറ്റിൻ്റെ എക്സ്റ്റേണൽ പോയിന്റ് വരെ വരുന്ന ലെങ്ത് 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. നമുക്കിവിടെ പിന്നെ അറിയാവുന്ന കാര്യം ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ വരക്കാൻ. സോ എങ്ങനെ വരക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ ഒരു ലൈൻ ഇതേപോലെ ചെരിഞ്ഞിട്ടൊരു ലൈന് നമ്മൾ വരക്കുക. ഓക്കെ, എത്രയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത്തിൽ അതൊരു വൃത്തിയായിട്ട് വരക്കാം. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, 90 ഡിഗ്രി മാർക്ക് ചെയ്യാം. ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്യാം. സോ ഇവിടെയാണ് വന്നത്. ആ 90 ഡിഗ്രി നമുക്ക് എത്രയേ വേണ്ടൂ, നമുക്ക് 2 സെൻറ്റിമീറ്ററേ വേണ്ടൂ. ഇവിടെ 2 സെൻറ്റിമീറ്റർ അല്ലേ ഉള്ളൂ. സോ 2 സെൻറ്റിമീറ്റർ മതി. നമ്മളത് മെഷർ ചെയ്തിട്ട് തന്നെ വരക്കുക. നിങ്ങൾക്ക് ഇത് എന്നിട്ട് വരക്കണമെങ്കിൽ ഇങ്ങനെ വരാം, ഇത്ര വരെ ഉണ്ടാവും. പക്ഷെ നമുക്ക് 2 സെൻറ്റിമീറ്റർ മാത്രമേ വേണ്ടൂ. സോ ഇതാണ് നമ്മളുടെ പോയിന്റ്. ഓക്കെ, ഇനി ആ 2 സെൻറ്റിമീറ്റർ ടു ഈ ഒരു ലൈനിലേക്ക് 4 സെൻറ്റിമീറ്റർ ആണല്ലോ തന്നത്. അത് നമ്മൾ കോമ്പസിൽ മെഷർ ചെയ്തിട്ട് 4 സെൻറ്റിമീറ്റർ ഡ്രോ ചെയ്യാം. സോ ഇവിടെ വെച്ച് നമ്മൾ ഈ 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത ആ പോയിന്റിൽ വെച്ചിട്ട് ഈ ഒരു ലൈനിലേക്ക് 4 സെൻറ്റിമീറ്റർ ആർക്ക് വരക്കാം. ഇനി ഈ ഒരു പോയിന്റും ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളുടെ 4 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടി ഫിഗറിലുള്ള. പിന്നെ ഇവിടെ തന്നെ 2 സെൻറ്റിമീറ്ററും നമ്മൾ ഡ്രോ ചെയ്തു. അപ്പോൾ നമ്മളുടെ റേഡിയസിൻ്റെ ലെങ്ത് ആണ് ഇത്. നമ്മൾ റേഡിയസിൻ്റെ ലെങ്ത് നമുക്ക് പൈത്തഗോറസ് തിയറം യൂസ് ചെയ്തിട്ട് ഫൈൻഡ് ചെയ്യാം. പക്ഷെ അവിടെ കൺഫ്യൂഷൻ ആവുന്നതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ ഇതല്ലേ റേഡിയസിൻ്റെ ലെങ്ത് ഇതല്ലേ. നമുക്ക് റേഡിയസിൻ്റെ ലെങ്ത് കിട്ടി. അപ്പം നമ്മൾ ഈ ഒരു പോയിന്റിൽ, ഇതാണ് സെൻറ്റർ പോയിന്റ് വരുന്നത്. സോ ഈ ഒരു പോയിന്റിൽ നമ്മൾ കോമ്പസ് വെച്ചിട്ട് ഒരു സർക്കിൾ വരക്കാം. കണ്ടോ, ആ ഒരു പോയിന്റിൽ കറക്റ്റ് പോയത് കണ്ടോ. ഓക്കെ, ഇതാണ് സെക്കൻഡ് പിക്ചർ. ഈ ഒരു ക്വസ്റ്റ്യനിൽ 2.5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ചിട്ട് ആ സർക്കിളിന് ടച്ച് ചെയ്യുന്ന ഒരു ട്രയാങ്കിൾ വരക്കാനാണ് പറഞ്ഞത്. സോ നമുക്ക് 2.5 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യാം. 2.5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ളൊരു
സർക്കിള് വരക്കാം. സെൻറ്റർ മാർക്ക് ചെയ്യുക. O എന്ന് പറഞ്ഞൊരു സെൻറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് റേഡിയസ് വരക്കാം. റേഡിയസ് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം വരക്കേണ്ടത്. അത് നിങ്ങൾക്ക് ഇത്ര ഇഷ്ടമുള്ള രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. 2.5 സെൻറ്റിമീറ്റർ. അതിനുശേഷം നമ്മളിവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തന്ന ആംഗിൾസ് എന്ന് പറയുന്നത് 40 ഡിഗ്രി, 60 ഡിഗ്രി, 80 ഡിഗ്രി ആണ്. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ ടാൻജൻറ്റിൻ്റെ ചാപ്റ്റർ പഠിക്കുമ്പോൾ ടാൻജൻറ്റിൻ്റെ ഇൻ ബിറ്റ്വീനുള്ള ആംഗിളും സെൻറ്ററിലെ ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കും വേണ്ടത് ആ ഒരു 40 ഡിഗ്രി കൊണ്ട് എത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് 180 കിട്ടുക എന്നുള്ളത്. സോ 140 ആയിരിക്കും. ദാറ്റ് മീൻ സപ്ലിമെൻ്ററി ആംഗിൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 60 ഡിഗ്രീൻ്റെ സപ്ലിമെൻ്ററി ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി, 80 ഡിഗ്രീൻ്റെ സപ്ലിമെൻ്ററി ആംഗിൾ 100 ഡിഗ്രി. ഈ ഒരു കാര്യം നോട്ട് ചെയ്തതിന് ശേഷം സർക്കിളിൽ ഫസ്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റത്തെ സപ്ലിമെൻ്ററി ആംഗിൾ ദാറ്റ് മീൻസ് 140 ഡിഗ്രി പ്രൊട്രാക്ടറിൽ മാർക്ക് ചെയ്യാം. ഇവിടെ വരും. അവിടേക്ക് സെൻറ്ററിൽ നിന്ന് ഒരു ലൈൻ വരക്കുക. വീണ്ടും അതേ സെൻറ്ററിൽ ഈ ഒരു ലൈനിലാക്കി വെച്ചിട്ട് നെക്സ്റ്റ് സപ്ലിമെൻ്ററി ആംഗിൾ 120 ഡിഗ്രി മാർക്ക് ചെയ്യാം. ഇവിടെ വരും. അതും കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ വരുന്നത് 100 ഡിഗ്രി ആയിരിക്കും. സോ ആംഗിൾസ് മാർക്ക് ചെയ്യാം. 140 ഡിഗ്രി, 120 ഡിഗ്രി ആൻഡ് 100 ഡിഗ്രി. ഓക്കെ, ദെൻ ജസ്റ്റ് ഈ ഒരു പോയിൻറ്റ്സിന് നെയിം കൊടുക്കുക. എ, ബി, സി. അതിനുശേഷം നമ്മൾ ഇവിടെ എ എന്ന് പറഞ്ഞ പോയിന്റിനും ബി എന്ന് പറഞ്ഞ പോയിന്റിനും ഇവിടത്തേക്ക് നമുക്കൊരു ടാൻജൻറ്റ് വരക്കണം. സോ പെർപെൻഡിക്കുലാർ വരക്കുക. ഈ ഒരു ലെങ്ത്തിൽ നിന്നും ഒരു പെർപെൻഡിക്കുലാർ ഹാഫിൽ കൂടുതൽ എടുക്കുക. കോമ്പസിൽ ആ ഒരു ലൈൻ്റെ ഹാഫിൽ കൂടുതൽ എടുക്കുക. ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് വരക്കുക. കോമ്പസ് ഇവിടെ വെച്ച് വീണ്ടും ഇവിടത്തേക്ക് ഒരു ആർക്ക് വരക്കുക. ഓക്കെ, ഇതിൻ്റെ ഹാഫിൽ കൂടുതൽ തന്നെയാണ് ഇവിടെ ഉള്ളത്. സോ ഈ കിട്ടിയ പോയിന്റിലേക്ക് നമ്മൾ ഈ ബിയിൽ നിന്നും എയിൽ നിന്നും ഒരു ലൈനോ ജോയിൻ ചെയ്യാം. ഓക്കെ, കണ്ടല്ലോ. അതിനുശേഷം ഈ ഒരു ലൈന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ വരും. ഇതും എക്സ്റ്റെൻഡ് ചെയ്യുക. പിന്നെ ഈ സി എന്ന് പറഞ്ഞ പോയിന്റിൽ സ്കെയിൽ വെച്ചിട്ട് വരക്കാം. സോ നമ്മൾ പറഞ്ഞ ട്രയാങ്കിളായി. 100 ഡിഗ്രീൻ്റെ സപ്ലിമെൻ്ററി ആംഗിൾ, 80 ഡിഗ്രി, 140, 40 ഡിഗ്രി, 120, 60 ഡിഗ്രി. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 2.5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ചിട്ട് അതിൽ സെൻറ്ററിന് എക്സ്റ്റേണൽ പോയിന്റിലേക്ക്, ഔട്ട്സൈഡിൽ പുറത്തുള്ള ഒരു പോയിന്റ് 7 സെൻറ്റിമീറ്റർ ഉള്ള പോയിന്റിലേക്ക് ടാൻജൻറ്റ് വരക്കാനാണ് പറഞ്ഞത്. ഓക്കെ, സോ 2.5 സെൻറ്റിമീറ്റർ റേഡിയസ് മെഷർ എടുക്കാം. ഒരു സർക്കിൾ വരക്കാം. ഓക്കെ, സെൻറ്റർ മാർക്ക് ചെയ്യാം. സെൻറ്റർ O എന്ന് പറഞ്ഞ സെൻറ്റർ മാർക്ക് ചെയ്യാം. അതിനുശേഷം സെൻറ്റർ Oന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ള 7 സെൻറ്റിമീറ്റർ ഒരു എക്സ്റ്റേണൽ പോയിന്റിലേക്ക് 7 സെൻറ്റിമീറ്റർ, കറക്റ്റ് എക്സാക്ട്ലി 7 സെൻറ്റിമീറ്റർ ആണ്. മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പോലെ നമ്മുടെ ഇഷ്ടത്തിനല്ല, 7 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കണം. സോ 0 to 7 ഇവിടെ ഈ ഒരു എക്സ്റ്റേണൽ പോയിന്റിന് എന്നിട്ട് P എന്ന് നെയിം കൊടുക്കാം. സോ നമുക്ക് OP എന്ന് പറഞ്ഞ ലെങ്ത്തിൽ ഒരു 7 സെൻറ്റിമീറ്ററിലെ ലെങ്ത്ത് വരച്ചാൽ റേഡിയസ് മാർക്ക് ചെയ്യാം. റേഡിയസ് നമ്മൾ 2.5 സെൻറ്റിമീറ്റർ ആയിരുന്നു വരച്ചത്. ഇനി നമ്മൾ ഈ OP യിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കണം. സോ Oയിൽ നിന്നും Pയിൽ നിന്നും ഹാഫിൽ കൂടുതൽ എടുക്കുക. എന്നിട്ട് താഴേക്കും മുകളിലേക്കും ആർക്ക് വരക്കാം. ഓക്കെ, സോ Pയിൽ നിന്നും ഫസ്റ്റ് ആർക്ക് വരച്ചു. ആഫ്റ്റർ ദാറ്റ് Oയിൽ നിന്നും ആർക്ക് വരക്കാം.
ഓക്കെ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ജോയിൻ ചെയ്യുക. ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടിയ പോയിന്റ് ഇവിടെ നമ്മുടെ ആ ഒ പി എന്ന് പറഞ്ഞ ലൈനെ ടച്ച് ചെയ്ത പോയിന്റിന് എ എന്ന് നെയിം കൊടുക്കാം. ഓക്കെ, സോ ഇനി ഈ എ എന്ന് പറഞ്ഞ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും ഒ എ നമ്മൾ റേഡിയസ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഒ എ റേഡിയസ് ആയിട്ട് എടുത്തതിന് ശേഷം അവിടെ നിന്നൊരു സർക്കിൾ വരക്കാം. ഒ എ റേഡിയസ് ആയിട്ടുള്ളൊരു സർക്കിൾ. ഓക്കെ, നമുക്കിവിടെ ഒരു ചെറിയൊരു സർക്കിളും വലിയ സർക്കിളും കിട്ടി. ഇനി ആ സർക്കിൾ ഇൻ്റർസെക്ട് ചെയ്ത പോയിന്റ് ഉണ്ടോ? ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് അല്ലേ? സോ ആ പോയിന്റിനെ ബി സി എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ബി സി മാർക്ക് ചെയ്തതിന് ശേഷം ഈ ബി ടു പിയും സി ടു പിയും ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താവും? ടാൻജൻറ്റ് കിട്ടും. സോ സി ടു പി മാർക്ക് ചെയ്തു, ബി ടു പി മാർക്ക് ചെയ്തു. ആയില്ലേ? ഈ ബി ആൻഡ് സി ആണ് ടാൻജൻറ്റിൻ്റെ പോയിന്റ് ഓഫ് കോൺടാക്ട്. സർക്കിളിൽ ടച്ച് ചെയ്ത പോയിന്റ് ഓഫ് കോൺടാക്ട് ബി എക്സ്റ്റേണൽ പോയിന്റ്. ഈ ഒരു സർക്കിളിൽ നമ്മൾ വരച്ച ടാൻജൻ്റ് ആണ്. സി പി ആൻഡ് ബി പി ടാൻജൻറ്റിൻ്റെ സെയിം ലെങ്ത് തന്നെ ആയിരിക്കും. ഓക്കെ.